السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين، أما بعد. عن عائشة رضي الله عنها أن النبي صلى الله عليه وسلم كان يقول: اللهم اجعلني من الذين إذا أحسنوا استبشروا وإذا أساءوا استغفروا. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയും, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇജ്അൽനി, നീ എന്നെ ഉൾപ്പെടുത്തണേ, ആക്കണേ, മിനല്ലദീന, ഒരു കൂട്ടരിൽ, ഇദാ അഹ്സനു, അവര് അറിവും അമലും നന്നാക്കി കഴിഞ്ഞാൽ, അറിവ് പഠിച്ച് അതനുസരിച്ച് അവർ ഇബാദത്ത് ചെയ്ത് അത് നല്ല രീതിയിൽ അങ്ങനെ നിവർത്തിക്കുമ്പോൾ ഇസ്തബ്ഷറു, അവർ സന്തോഷം പ്രകടിപ്പിക്കും, സന്തോഷിക്കും. ഇൽമ ആർജിക്കുക, ഇബാദത്ത് ചെയ്യുക എന്നുള്ളതൊക്കെ ഒരു വിശ്വാസിക്ക് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണല്ലോ. അൽഹംദുലില്ലാഹ്, നിസ്കരിച്ചു, ജമാഅത്തായി നിസ്കരിച്ചു, കുറച്ച് ഖുർആൻ ഓതി, കുറച്ച് ദിക്ർ ചൊല്ലി, കുറച്ച് സ്വലാത്ത് ചൊല്ലി, അതൊരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഇനി അങ്ങനെയുള്ള ആളുകളെ, അല്ലാഹുമ്മ, അങ്ങനെയുള്ള ആളുകളുടെ കൂട്ടത്തിൽ എന്നെ നീ ഉൾപ്പെടുത്തണേ എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആക്കാറുണ്ട്. അതായത് അവർ നന്മ ചെയ്താൽ, ഇഹ്സാൻ, നന്നാക്കി കഴിഞ്ഞാൽ, ഇമാം അലിയുൽ ഖാരി വിശദീകരിച്ചു, അൽ ഇൽമ വൽ അമല, അറിവും കർമ്മവും, അതിനവർ നന്നാക്കി, അപ്പം അവർ സന്തോഷിക്കും, ആ ഒരു വല്ലാത്തൊരു അനുഗ്രഹം കിട്ടിയതിൻ്റെ പേരിൽ. വഇദാ അസാഉ, അവർ ദോഷം ചെയ്തു പോയാലോ, അവർ അമല് ചെയ്തില്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വീഴ്ചകൾ അവരുടെ ഭാഗത്ത് നിന്ന് പറ്റിപ്പോയാൽ, ഇസ്തഗ്ഫറു, അവരെന്ത് ചെയ്യും, അള്ളാഹുവിനോട് പൊറുക്കലിനെത്തോടും. അങ്ങനെയുള്ളവരിലും എന്നെ നീ ഉൾപ്പെടുത്തണം. ഇത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആയാണ്, തങ്ങളെ വാക്കാണ്. അപ്പൊ ഇപ്രകാരമാണ് വിശ്വാസികളായ നമ്മുടെ ജീവിതം ഉണ്ടാവുള്ളത്. അള്ളാഹു ഒരു അമല് ചെയ്യാൻ തൗഫീഖ് തന്നാൽ അതിനെനിക്ക് റബ്ബേ നീ തൗഫീഖ് നൽകിയല്ലോ എന്നൊരു സന്തോഷം ഉള്ളിലുണ്ടാവണം. അതോടൊപ്പം വല്ല വീഴ്ചയും സംഭവിച്ചാൽ ആത്മാർത്ഥമായ പശ്ചാത്താപം, അസ്തഗ്ഫിറുല്ലാഹൽ അസീം. അതാണ് ഹദീസിൽ തങ്ങൾ തന്നെ പറഞ്ഞല്ലോ, അന്ത്യനാളിൽ നന്മയുടെ ഏടുകൾ ഇങ്ങനെ തുറന്നു നോക്കുന്ന സമയത്ത് ധാരാളം ഇസ്തിഗ്ഫാർ അതിൽ കണ്ടാൽ അവന് മംഗളം, അവന് വലിയ സന്തോഷമാണ്. ഇസ്തിഗ്ഫാർ ഭരിപ്പിച്ച ആളുകൾക്ക് അവിടെ വലിയ ദർജയാണ്. അപ്പൊ അത്തരക്കാരിലാണ് നമ്മൾ അകപ്പെടേണ്ടത് എന്ന വലിയ സന്ദേശമാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.